നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര വലിയ കോമ്പറ്റീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പ്രോഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും ആളുകളെയും കൊണ്ട് അത് വാങ്ങിപ്പിക്കാനും പറ്റും. എങ്ങനെയെന്നല്ലേ, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് മൈദയാണ്, നിങ്ങളുടെ ബ്രാൻഡാണത്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, അവിടുത്തെ ഒരു ഷെൽഫിൽ 5 മൈദ ബ്രാൻഡ് ഇരിപ്പുണ്ട്, അതിലൊന്നും നിങ്ങളുടെ ബ്രാൻഡാണ്. ഇനി എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഒരു കസ്റ്റമർ ആ ഷെൽഫിൻ്റെ മുമ്പിൽ നിന്നിട്ട് ചിന്തിക്കുകയാണ്, അവർക്ക് മൈദ എന്തായാലും വേണം, ഏത് ചൂസ് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ എന്താണ് റീസൺ? സാധാരണ ഒരു കസ്റ്റമർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഷെൽഫിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു മൈദ ചൂസ് ചെയ്യാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ പ്രൈസ് നോക്കും, അല്ലേ, ഈ 5 ബ്രാൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നൊരു കാര്യം, ഇത് ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണോ, ഇപ്പം നമ്മൾ ആശീർവാദം എന്നൊക്കെ പറഞ്ഞാൽ ഫെമിലിയർ, കേട്ട് പരിചയമുള്ളൊരു ബ്രാൻഡാണോ, അതവർ നോക്കും. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും കണ്ണി കാണുന്ന ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് ചൂസ് ചെയ്യും. സാധാരണ നടക്കുന്ന കാര്യം ഇതാണ്. ഇനി നിങ്ങളുടെ ബ്രാൻഡ് ഇവിടെ സ്പെസിഫിക്കലി അവർ ചൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഇവിടെ ഒരു മൊണോപ്പൊളിയോ ഡുവോപ്പൊളിയോ ഒന്നും അല്ല, ഇവിടെ കുറേ ബ്രാൻഡുണ്ട്, അതിലൊന്ന് മാത്രമാണ് നമ്മളും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി ആ ഒരു കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്ത് പൊസിഷൻ ചെയ്യണം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ആ ഒരു മൈദയിൽ നിങ്ങൾ എഴുതിയാണ് സോഫ്റ്റ് പൊറോട്ട മൈദ, അല്ലെങ്കിൽ ബേക്കറി സോഫ്റ്റ് മൈദ, ബേക്കിംഗ് മൈദ. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ പൊസിഷൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾ വരുമ്പോൾ, ഇപ്പം ഞാൻ വരുന്നത് ഒരു ബേക്കിങ്ങിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ആ സാധനം കിട്ടുന്നത് ആ സ്പെസിഫിക് എനിക്ക് വേണ്ട സാധനത്തിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ പൊസിഷൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് വേറെ പ്രോഡക്റ്റ് ആയില്ലേ? ഒരിക്കലും ഇല്ല. നമ്മുടെ സാധാ മൈദ തന്നെ അതിന് ഓരോ രീതിയിൽ, അല്ലെ ഓരോ കാറ്റഗറിയിൽ പൊസിഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. കാരണം ഈ മൈദ വെച്ച് തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കാം, ഈ മൈദ വെച്ച് തന്നെ ബേക്കിങ്ങിന് ഉപയോഗിക്കാം. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഞാനൊരു ജനറലായിട്ട് പറയുവാണ്. അപ്പോൾ ഇവിടെ ഇവർ നോക്കിയ കാര്യം, ഇതിനെ കറക്റ്റ് എങ്ങനെ കസ്റ്റമറിന് ചെല്ലുമ്പം, കസ്റ്റമർ അവിടെ നിൽക്കുമ്പോൾ 5 ബ്രാൻഡ് കാണുന്നതിനകത്ത് ഒരെണ്ണം മാത്രം പറയുകയാണ് ബേക്കിംഗ്, ബെസ്റ്റ് മൈദ ഫോർ ബേക്കിംഗ്. നോ, അങ്ങനെ വേണ്ട. ബേക്കിംഗ് മൈദ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇമേജസ് ഒക്കെ നോക്കുവാണെങ്കിൽ, കവർ ഇമേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അതേ ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം അത് അവർക്ക് വേണ്ടി സ്പെസിഫിക്കലി ഇരിക്കുന്ന സാധനമാണ്. ഇതിനാണ് നമ്മൾ പൊസിഷനിങ് എന്ന് പറയുന്നത്. കസ്റ്റമറുടെ മൈൻഡിൽ പ്രോഡക്റ്റിന് ഒരു ക്ലിയർ മീനിങ് കൊടുക്കുന്നത് അത് ഈ പൊസിഷനിങ് ആണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ആരും സ്പെഷ്യലായിട്ട് കാണത്തില്ല. പക്ഷെ ഒരു സ്പെസിഫിക് യൂസ് കേസിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ അതേ യൂസ് കേസ് ഉള്ള കസ്റ്റമേഴ്സിന് അത് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിരിക്കും. സോ ഒരു ക്രൗഡഡ് മാർക്കറ്റിൽ വിജയിക്കാൻ നമ്മൾ എപ്പോഴും ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് വേണമെന്നില്ല. ആളുകൾ തങ്ങളുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ ഒരു ഡിഫറെൻറ്റ് റീസൺ അവർക്ക് കൊടുത്താൽ മതി. മാർക്കറ്റിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രോഡക്റ്റുമായിട്ട് വരുന്നവരല്ല. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ബെസ്റ്റ് ഫിറ്റായി തോന്നുന്ന പ്രോഡക്റ്റ് ആരാണ് കൊണ്ടുവരുന്നത്, അവരാണ് യഥാർത്ഥമായിട്ട് വിജയിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ് വെറുതെ അല്ല. നിങ്ങൾ ഏതെങ്കിലും എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അവർ കറക്റ്റ് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്യുന്നു. ഇതിനെനിക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് വൂൾ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ബ്രാൻഡുണ്ട്. ഞാൻ ഇവരുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, വേറെ ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ അതിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ആ ഒരു ഈവൻ അവരുടെ പാക്കേജിങ് പോലും അവർ കറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്. ഇപ്പം പ്രോട്ടീൻ കഴിക്കുന്നതേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. അവരെ കറക്റ്റായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്, അവരെല്ലാം തുറന്നു കാട്ടുന്നു. ഓട്ടോമാറ്റിക്കലി ഇനി എത്ര വലിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് തോന്നുന്നത് ഈ വൂൾ ട്രൂത്തിനോടായിരിക്കും. സോ നിങ്ങളുടെ പൊസിഷനിങ് ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിക്കാം അവർക്ക് എന്താണ് വേണ്ടത്, അത് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യും. ഒന്നുകൂടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കിഡ്സിന് വേണ്ടിയുള്ള സോപ്പ് ഉണ്ടല്ലേ, കാരണം അവർ കിഡ്സിന് വേണ്ടി കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അവിടെ അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നു. അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കിഡ്സിൻ്റെ ഒരു കറക്റ്റ് ഒരു ഏജ് ഗ്രൂപ്പ് ജെൻഡറായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം പിങ്ക് കളർ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി, ബ്ലൂ കളർ ആൺകുട്ടികൾക്ക് വേണ്ടി, ഇങ്ങനെ ഇതെല്ലാം പൊസിഷനിങ് ആണ്. സോ നിങ്ങളുടെ പൊസിഷനിങ് ക്ലിയർ ആയാൽ തന്നെ കസ്റ്റമർ ഒരിക്കലും നിങ്ങളെ വേറെ എല്ലാ ബ്രാൻഡും പോലെ അല്ല കാണുക. അവർ നിങ്ങളെ കാണുന്നത് അവർക്ക് വേണ്ടിയുള്ള ആ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് തന്നെ അവർ കാണും. സോ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യണോ. ചുമ്മാ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കി മാർക്കറ്റിൽ കിടന്ന് കഷ്ടപ്പെടാതെ, കാരണം എക്സ്പെഷ്യലി ഒരുപാട് ആളുകളുള്ള മാർക്കറ്റിൽ കിടന്ന് കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കറക്റ്റ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രോഡക്റ്റ് ഇറക്കുക. സോ നിങ്ങൾക്ക് പൊസിഷനിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിട്ട് വരാം. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ.